ഈശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത വിജയം സർവപ്രധാനമെന്ന ധ്യാനചിന്ത നമുക്ക് തുടരാം. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജീവിത വിജയം പകരുന്ന 2 അഭ്യാസങ്ങളെ കുറിച്ചാണ്. അഭ്യാസങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 പ്രധാനപ്പെട്ട അഭ്യാസങ്ങൾ ജീവിത വിജയം പകരും. അതിൽ ഒന്നാമത്തേത് വിദ്യാഭ്യാസം, രണ്ടാമത്തേത് പുണ്യാഭ്യാസം. ഈ 2 കാര്യങ്ങൾ ജീവിത വിജയം പകരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. സൗദിയിൽ സെറ്റിൽഡ് ആയിരുന്ന ഒരു കുടുംബം, അവര് മാതാപിതാക്കളും മക്കളും സൗദിയിൽ വർഷങ്ങളോളം കഴിഞ്ഞിരുന്ന, അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നു, നാട്ടിൽ വന്ന് സെറ്റിൽഡായി. അതിനുശേഷം മകളെ ഇവിടെ നാട്ടിൽ ചേർത്തു, പഠിക്കാനായിട്ട് വിദ്യാലയത്തിൽ ചേർത്തു. ആ വിദ്യാലയത്തിൽ നിന്നൊരു എക്സ്കർഷൻ പോയപ്പോൾ ഓപ്ഷൻ ഉണ്ടായിരുന്നു, വേണ്ടവർക്ക് പോകാം, താല്പര്യമില്ലെങ്കിൽ പോകണ്ട. പോകുന്നവരുടെ ഗ്രൂപ്പുമായിട്ട് അവർ 4-5 ദിവസത്തെ എക്സ്കർഷൻ പ്ലാൻ ചെയ്തു. ഈ മകള് മാതാപിതാക്കളോട് സൂചിപ്പിച്ചൊരു കാര്യം, ഞാൻ പോകുന്നില്ല. എത്രയോ കുട്ടികൾ മാതാപിതാക്കളെ എങ്ങനെയെങ്കിലും ശല്യപ്പെടുത്തിയാണെങ്കിലും അതിനൊരു അനുവാദം വാങ്ങിക്കും. ഇവള് പറഞ്ഞു, ഞാൻ പോകുന്നില്ല. എൻ്റെ കാരണം പറഞ്ഞത്, എക്സ്കർഷന് പോയി കഴിഞ്ഞാൽ ആ 4-5 ദിവസം എൻ്റെ കുർബാനയ്ക്ക് മുടക്കം വരും, വിശുദ്ധ കുർബാനയിലുള്ള എൻ്റെ പങ്കാളിത്തം അതിന് മുടക്കം വരും. എനിക്ക് എക്സ്കർഷനേക്കാൾ പ്രധാനപ്പെട്ടതാണ്, അവിടെ കിട്ടുന്ന സന്തോഷത്തെക്കാൾ എനിക്ക് ആനന്ദം കിട്ടുന്നത് ബലിയർപ്പണം. അത് മുടക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ പ്രായത്തിൽ ഒരു കുട്ടി ഇങ്ങനെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവൾക്ക് കുടുംബത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്: വിദ്യാഭ്യാസം, പുണ്യാഭ്യാസം. അത് അവരുടെ ജീവിതം കൊണ്ട്, മാതൃകാ ജീവിതം കൊണ്ട് മറ്റ് പല രീതിയിൽ മക്കൾക്ക് കൊടുത്ത 2 അഭ്യാസങ്ങളാണ് വിദ്യാഭ്യാസവും പുണ്യാഭ്യാസവും. വിശുദ്ധ പീറ്റർ ക്രിസോളഗസ് അദ്ദേഹമാണ് ഈ 2 കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ജീവിത വിജയത്തിന് ചങ്കോട് ചേർത്ത് പിടിക്കേണ്ട 2 കാര്യങ്ങൾ വിദ്യാഭ്യാസവും പുണ്യാഭ്യാസവുമാണെന്ന് പഠിപ്പിച്ചത് ഈ വിശുദ്ധനാണ്, വിശുദ്ധ പീറ്റർ ക്രിസോളഗസ്. ക്രിസോളഗസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഗോൾഡൻ ടങ്, സ്വർണ്ണ വചസ്. അദ്ദേഹം പഠിപ്പിച്ച കാര്യവും അതിവിശിഷ്ടമായ കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ, വിദ്യാഭ്യാസം, പുണ്യാഭ്യാസം, നമുക്ക് ഗൗരവപൂർവ്വം എടുക്കാൻ സാധിച്ചാൽ ജീവിത വിജയം ഉറപ്പിക്കാൻ പറ്റും. ആദ്യമായിട്ട് തന്നെ നമുക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാകുന്നത് നല്ലതാണ്. അറിവ്, ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് യാക്കോസ്ലീഹ 3-ാം അധ്യായം. അതിൻ്റെ 15 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അറിവ് പലതരമുണ്ടാകാം. പൈശാചികമായ അറിവ്, ബൗദ്ധികമായിട്ടുള്ള അറിവ്, മൂന്നാമത്തേതാണ് ആത്മീയമായിട്ടുള്ള അറിവ്, ആത്മീയ ജ്ഞാനം. നമുക്കറിയാം, പൈശാചികമായ അറിവ് നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു വിദേശ രാജ്യത്ത് ഒരു യുവാവ് ആവശ്യത്തിലേറെ പഠിച്ചു. പിയർ പ്രഷറിൽ പെട്ട് അവസാനം അവൻ എത്തി നിൽക്കുന്നത് നിരീശ്വരവാദിയായിട്ടാണ്. ഇന്ന് പറയുന്ന പല കാര്യങ്ങളും ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അവൻ്റെ അറിവ് പൈശാചികമായ അറിവായിട്ട് മാറി. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ബൗദ്ധിക തലത്തിലുള്ള നമ്മുടെ അറിവ്, ലോകം നമുക്ക് പകർന്നു തന്ന അറിവ്, നമ്മുടെ പിയർ ഗ്രൂപ്പ് നമുക്ക് നൽകിയ അറിവ്, സ്വാധീനം, അതെല്ലാം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിന് കാരണമായി മാറാം. ആത്മീയമായിട്ടുള്ള അറിവ് സമ്പാദിച്ച ഒരു വ്യക്തി, ഇങ്ങനെ ആരെല്ലാം അവരെ പ്രേരിപ്പിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തെ വിട്ടുപോകുന്ന, ആത്മീയ ജ്ഞാനം കൈവിടുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. രണ്ടാമത്തേതാണ് പുണ്യാഭ്യാസം. നമുക്ക് നമ്മുടെ ജീവിതത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പുണ്യങ്ങൾ അഭ്യസിക്കുക, പുണ്യാഭ്യാസത്തിൽ വളരുക എന്നുള്ളത്. വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിച്ചാൽ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായി മാറും. മാതാപിതാക്കൾ ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നെങ്കിൽ അവരുടെ മക്കൾ അത് കണ്ടുപഠിക്കും. അങ്ങനെ അവരും പുണ്യങ്ങൾ അഭ്യസിക്കുന്നവരായിട്ട് മാറും. വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മാതാപിതാക്കൾക്ക് അവന് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്തീയമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം. അതുപോലെ തന്നെ പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള ഒരു പ്രചോദനം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഡൊമിനിക്ക് എത്ര പ്രഗത്ഭനായ ഒരു വിശുദ്ധനായിട്ട് മാറി. ഏതാനും വചനങ്ങൾ നമുക്ക് എടുക്കാം. പ്രഭാഷകൻ 29:12 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിട്ട് 10 പൈസാർക്കും കൊടുക്കുകയില്ലാത്ത വ്യക്തികളുണ്ട്. കോടികളുടെ ആസ്തി ഉണ്ടെങ്കിലും ദാനധർമ്മം അത് അവരുടെ ഡിക്ഷണറിക്കകത്തില്ല. കർത്താവ് പറയാണ്, ദാനധർമ്മമായിരിക്കട്ടെ നിങ്ങളുടെ നിക്ഷേപം. 1 തീമോത്തി 6-ാം അധ്യായം 18-ാമത്തെ വചനം വായിക്കുമ്പോൾ പൗലോസ്ലീഹ നൽകുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സൽപ്രവൃത്തികളിൽ സമ്പന്നരാകണം, ഒപ്പം മറ്റുള്ളവരെ ഈ കാര്യം പഠിപ്പിക്കണം. സൽപ്രവൃത്തികളിൽ സമ്പന്നരാകാൻ മറ്റുള്ളവർക്കും നിർദ്ദേശം കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. ഇത് വലിയൊരു കാര്യമായതുകൊണ്ടല്ലേ ഈ വിശുദ്ധൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. 2 പത്രോസ് 1-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ ക്രൈസ്തവന്റെ വിളി എന്ന് പറഞ്ഞ് അവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നിന്റെ
വിശ്വാസം ജ്ഞാനം കൊണ്ടും, സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും പരിപൂർണമാക്കണം. പുണ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പഠനമാണ് നമുക്കിവിടെ ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ 2 കാര്യങ്ങൾ ഗൗരവപൂർവ്വം എടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമുക്കും ജീവിത വിജയം വരിക്കാൻ ആഗ്രഹിക്കുകയും അതിനായിട്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ഇന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, ദുർഗുണങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ട്, അതിൽ നിന്ന് പുറത്തു വരുവാനും അതുപോലെ തന്നെ അവർ സൽഗുണങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മനുഷ്യന്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവൃത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹ പ്രവൃത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനും നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നേ ദിനം അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഈശോയെ, അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതം വിജയം കാണുവാൻ അങ്ങ് വരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.